ഈ രാജ്യത്തിലെ ദുർബല വിഭാഗങ്ങളോടും പട്ടിണി പാവങ്ങളോടും സ്വതന്ത്ര ഭാരതം ഏറ്റവും കൂടുതൽ ഭരണ കൈപ്പടിയിൽ ഒതുക്കിയിരുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനും അതിൻ്റെ നേതാക്കൾക്കും എന്തുതരം നിലപാടും മനോഭാവമാണെന്നതിൻ്റെ വ്യക്തമായിട്ടുള്ള ഒരു സൂചനയാണ് ഇന്ത്യൻ രാഷ്ട്രപതിയും ഗോത്രവിഭാഗ സമൂഹത്തിൻ്റെ പ്രതിനിധിയുമായ ശ്രീമതി ദ്രൗപദി മുർമുവിനോട് ശ്രീമതി സോണിയാഗാന്ധി പ്രകടമാക്കിയത്. മൂന്നാമതും അധികാരത്തിലെത്തിയ ദേശീയ ജനാധിപത്യ സഖ്യ ഗവൺമെൻറ്റിൻ്റെ ബഡ്ജറ്റ് അവതരണത്തിന് മുന്നോടിയായി രാഷ്ട്രപതി അവതരിപ്പിച്ച നയപ്രഖ്യാപന പ്രസംഗം എങ്ങനെയുണ്ടായിരുന്നുവെന്ന് പാർലമെൻറ്റിന് പുറത്തുവന്ന സോണിയാഗാന്ധിയോട് മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് മറുപടിയായി രാഷ്ട്രപതി എന്ന ആ പദവിയെ തന്നെ അവഹേളിക്കുകയും അപമാനിക്കുകയും ചെയ്യുന്ന തരത്തിൽ അവർ പ്രതികരിച്ചത്. ഇത് യഥാർത്ഥത്തിൽ സോണിയാഗാന്ധിയുടെ MP എന്ന സ്ഥാനത്തെ പോലും വളരെ വില കുറച്ച് കാണിക്കുന്ന തരത്തിലുള്ള ഒരു പ്രതികരണമായിരുന്നു അത്. രാജ്യത്തെ പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെയും കർഷകരുടെയും സ്ത്രീകളുടെയും ഉന്നമനത്തിനായി ഈ സർക്കാർ പ്രവർത്തിക്കുന്നുവെന്ന് പറഞ്ഞതാണ് സോണിയാഗാന്ധിയെ അങ്ങനെ ചൊടിപ്പിച്ചത്. നയപ്രഖ്യാപന പ്രസംഗം നടത്തി ആ പാവം സ്ത്രീ തളർന്നുപോയി എന്ന ആ പദവിയെ ബഹുമാനിക്കാത്ത തരത്തിലുള്ള പരാമർശമായിരുന്നു അത്. രാഷ്ട്രീയ ഗോതയിൽ നേതാക്കൾ ഉന്നയിക്കുന്ന തരംതാണ ഒരു പരാമർശമായിരുന്നു അത്. സോണിയാഗാന്ധിയുടെ ഈ വാക്കുകൾക്ക് വളരെ നിശിതമായിട്ടുള്ള ഭാഷയിലാണ് ഇപ്പോൾ രാഷ്ട്രപതി ഭവൻ പ്രതികരിച്ചിട്ടുള്ളത്. വഖഫ് ബില്ല് അവതരിപ്പിച്ചുകൊണ്ട് രാജ്യത്ത് ഒരു പുതിയ മുന്നേറ്റമാണ് ഗവൺമെൻറ് നടത്തിയിട്ടുള്ളതെന്നും ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് എന്നുള്ളത് ചരിത്രപരമായിട്ടുള്ള ഒരു നീക്കമാണ് എന്ന് പറഞ്ഞ രാഷ്ട്രപതി സ്ത്രീ ശാക്തീകരണത്തിനായി ഈ ഗവൺമെൻറ് നിരവധി പദ്ധതികൾ ആവിഷ്കരിച്ചിരിക്കുന്നുവെന്നും നിലവിൽ നമ്മുടെ ഇന്ത്യ ലോകത്തിലെ തന്നെ 3ാം ശക്തിയായി വളരുകയാണെന്നും പറഞ്ഞിരുന്നു. കഴിഞ്ഞ 10 വർഷത്തിലധികമായി ഭരണരംഗങ്ങളിൽ നിന്നും പുറത്ത് ഇരിക്കേണ്ടി വന്ന കോൺഗ്രസ് പാർട്ടിക്കും ഈ പാർട്ടിയെ ഇപ്പോഴും നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന അന്റോണി മെയ്നോ എന്ന ഇറ്റലിക്കാരിയായ സോണിയയ്ക്ക് അത് സഹിക്കാവുന്നതിന് അപ്പുറമാണതല്ല. ഇന്ത്യ രാജ്യത്തെ നീണ്ട നാളുകൾ വളരെ ഇരുളടഞ്ഞ ജീവിത സാഹചര്യത്തിലാക്കിയ വളരെ ഏകാധിപതിയായിരുന്ന ഇന്ദിരാഗാന്ധിയുടെ പുത്രനായിരുന്ന രാജീവ് ഗാന്ധി ഇറ്റലിക്കാരിയായ സോണിയയെ പ്രണയിച്ച് വിവാഹം കഴിച്ച് അവരെ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നിട്ടും ഈ രാജ്യത്തോട് ഒരു കൂറുമില്ലാത്ത ആളാണെന്ന് പലപ്പോഴും തെളിയിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് ഈ സോണിയാഗാന്ധി. ഇന്ത്യയിലെത്തിയിട്ടും ഇന്ത്യൻ പൗരത്വം എടുക്കുവാൻ 15 വർഷം വേണ്ടി വന്നു സോണിയയ്ക്ക്. അതും സ്വന്തം പാർട്ടിയിൽ നിന്നും പുറത്തു നിന്നും വളരെ വിമർശനങ്ങൾ ഏറ്റുവാങ്ങിയതിന് ശേഷമാണ് സോണിയ ഇന്ത്യൻ പൗരത്വം അന്ന് എടുക്കുവാൻ തയ്യാറായതും. ഇപ്പോഴും തൻ്റെ മകനായ രാഹുൽ ഗാന്ധിക്ക് ഇരട്ട പൗരത്വം വേണമെന്ന് വളരെ ശാഠ്യം പിടിക്കുന്ന ഒരു സ്ത്രീയാണവർ. ചോറിവിടെയും കൂറ് അവിടെയും എന്നൊരു നിലപാടുള്ളവരാണ് സോണിയ എന്ന ഈ സ്ത്രീ. കോൺഗ്രസിൻ്റെ പ്രതാപകാലത്ത് നിരവധി വിവാദങ്ങളും ഇവിടെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതും ഇവിടെ എല്ലാവർക്കും അറിയാം. അതിലൊന്നായിരുന്നുവല്ലോ ബോഫോഴ്സ് കേസിൽ പ്രതിയായ ഇറ്റലിക്കാരനായ കൊത്രോച്ചിയുമായിട്ടുള്ള സോണിയയുടെ ആ സുഹൃത്ത് ബന്ധം ഇവിടെ പ്രകടമാക്കിയത്. ഇറ്റലിയിലെ ഒരു സാധാരണ കുടുംബത്തിൽ സ്റ്റെഫാനോ പൗള മിയാനോ ദമ്പതികളുടെ മകളായിരുന്ന സോണിയ ഇന്ന് ലോകത്തിലെ തന്നെ വലിയ ധനികയായിട്ടുള്ള ഒരു സ്ത്രീയാണ്. അവർക്ക് ദ്രൗപദി മുർമുവിനെ പോലെയുള്ള ഒരു ആദിവാസി വനിതയെ ഇങ്ങനെ അപകീർത്തിപ്പെടുത്തുന്നതിൽ ഒരു അത്ഭുതവുമില്ല. കോൺഗ്രസ് നീണ്ട നാളുകൾ ഇന്ത്യ ഭരിച്ചിട്ടും ഒരു ദളിതനെയോ ഗോത്ര സമൂഹത്തിൽ നിന്നോ ഒരാളെയോ ഇന്നുവരെ ഒരു രാഷ്ട്രപതി എന്ന പദവിയിലേക്ക് എത്തിച്ചിട്ടില്ല എന്നുള്ളത് ഇവിടെ എടുത്ത് നമ്മൾ കാണേണ്ട ഒരു വസ്തുതയാണ്. ഈ രാജ്യത്തെ 10 കോടിയിലധികം വരുന്ന ആദിവാസി സമൂഹത്തെ ഒന്നാകെ അപകീർത്തിപ്പെടുത്തുന്ന ഒരു പരാമർശമാണ് സോണിയ നടത്തിയതെന്നാണ് ഇന്ത്യൻ പ്രധാനമന്ത്രിയായ ശ്രീ നരേന്ദ്രമോദി അഭിപ്രായപ്പെട്ടത്. മാത്രമല്ല കോൺഗ്രസിൻ്റെ ഫ്യൂഡൽ ചിന്താഗതിക്ക് ദഹിക്കാവുന്നതിന് അപ്പുറമാണ് ദ്രൗപദി മുർമുവിൻ്റെ ആ രാഷ്ട്രപതി നിയോഗമെന്നും അതുകൊണ്ട് രാജ്യത്തിൻ്റെ പ്രഥമ പൗരയ്ക്കെതിരായി സോണിയ നടത്തിയ ഈ അഭിപ്രായ പ്രകടനത്തിൽ അവർ മാപ്പ് പറയണമെന്നുമാണ് BJP നേതാക്കൾ ഇപ്പോൾ ആവശ്യപ്പെടുന്നത്. ഏതായാലും കേന്ദ്ര ഗവൺമെൻറ്റിന് എതിരായി കോൺഗ്രസ് പാർട്ടി ഇപ്പോൾ ആരംഭിച്ചിട്ടുള്ള രാഷ്ട്രീയ പോരാട്ടത്തിന് ഒരു വിലങ്ങ് തടിയാവുകയാണ് സോണിയയുടെ രാഷ്ട്രപതിക്കെതിരെയായിട്ടുള്ള ഈ പരാമർശം.